ഹായ് ഗൈസ്, സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്നല്ല ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണേ. അപ്പുറത്തെ വീട്ടിലുള്ള കുട്ടീനൊന്നല്ല കേട്ടോ നോക്കണത്, പ്രകൃതി ഭംഗി ആസ്വദിച്ചതല്ല. ഇതിപ്പോ ഇനി പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ നോക്കിയതാണെന്നല്ല. അവിടെ കുട്ടിയൊന്നും ഇല്ല കേട്ടോ, ചെക്കന്മാരവിടെ അയല കിട്ടാത്തോണ്ടോന്നൊന്നും അറിയില്ല. ചേർമ്പില ട്രൗസറൊക്കെ തോരൻ പാമ്പൊക്കെ വളവിരിയാൽ എങ്ങനെ അതേമാതിരി ഇട്ട് പോയിക്കണം. രാവിലെ തന്നെ ഞാൻ ചിന്തിക്കൽ തുടങ്ങി, സൺഡേ ആണല്ലോ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കണ്ടേ, പടത്തിന് അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകണം, അതാണ് പരിപാടി. അങ്ങനെ അരമണിക്കൂറിന്റെ ആലോചനയ്ക്ക് ശേഷം ഞാനൊരു പടം ബുക്ക് ചെയ്ത്, നമ്മളെ മോഹൻലാലിന്റെ തുടരും. ബുക്ക് ചെയ്തപ്പോ വണ്ടിയില്ല പോവാൻ. അപ്പൊ യാസർ പറഞ്ഞു ഞാൻ വരാൻ 5 മിനിറ്റ് കൊണ്ട്. 5 മിനിറ്റ് പറഞ്ഞ യാസർ പിന്നെ വരുന്നത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാ. അല്ലേ, ഓനെ കുറ്റം പറയാനും പറ്റൂല, വണ്ടി ഓന്റേതായി പോയില്ലേ. ബാക്കിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ഓനക്കറിയില്ലല്ലോ ഇത് വോയിസ് ഓവർ കൊടുക്കാനുള്ളതാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ചായ അടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അല്ലേ, മോർണിംഗിനെ പ്രഭാത ഭക്ഷണം കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ അവിടെ ദിവസം നീളും. ഇതാണ് ഞങ്ങളെ മോർണിംഗത്തെ ഭക്ഷണം. ഓനോട് ചായ പറയാൻ പറഞ്ഞപ്പോ ഒറ്റ പോയി ഇരിപ്പാ. ഇവ ആര് പറയിച്ചിട്ടാ ഓൻ പോയി ഇരുന്നത്. പടച്ചോൻ ലാസ്റ്റ് ഞാനും ഓർഡർ ചെയ്യണില്ല എന്നുണ്ടപ്പോ ചെക്കൻ തന്നെ പോയി ഓർഡർ കൊടുത്തു. എന്റെ ഈ ബോഡിക്ക് പറ്റിയൊരു ബീജിയം ഞാൻ പെട്ടരെ. കർത്താവ് ഇവനപ്പ ജയിലിൽ നിന്ന് ഇറങ്ങി. കാശ് വേണ്ടെന്ന വാസുനാരുടെ ഓശാരം വേണ്ടാ. ഏതാ മാച്ചിങ്ങിലെ BGM. ഇനി മാച്ചിങ് ഒക്കെ ചെക്കൻ നമ്മളെ വണ്ടിമ കയറ്റൂല. അങ്ങനെ ചെക്കൻ ചായ എടുത്തു. ചൂടാറിന് മുന്നേ ഞാൻ അത് കുടിച്ചും തുടങ്ങി. ചായ വാങ്ങിയ സ്ഥിതിക്ക് കടി നിർബന്ധം. അതുകൊണ്ട് തന്നെ യാസർ പയമ്പരം വാങ്ങി, എനിക്കൊരു വെജ് സമൂസ. ഞാൻ ഈ പടായി പൊട്ടിച്ചെന്ന പടം പടത്തിന്റെ വൈക്കോ. യാസർ ബാക്കിൽ നിന്ന് ഒരേ കുട്ടിക്കുളി. അങ്ങനെ ലാസ്റ്റ് എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിലെത്തി. അങ്ങനെ യാസറിന്റെ ഹെൽമെറ്റ് എടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ പടം കാണുന്നതിന് മുന്നേ ഓൻ കണ്ടു. അതുകൊണ്ട് തന്നെ ഓനെ കൂട്ടാൻ നിന്നി. അങ്ങനെ തിയേറ്ററിൽ എത്തി ടിക്കറ്റും എടുത്ത് സീറ്റും കണ്ടപ്പോ തന്നെ എന്റെ മൂടാണ്ട് പോയി. സീറ്റ് ബുക്ക് ചെയ്തിൽ എനിക്ക് ചെറിയൊരു പാളിച്ചറ്റി. ആ മൂലക്കൽ എനിക്ക് സീറ്റ് ചെയ്ത് തല ഉളുക്കൂലേ. പടം കണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി. ഏതാ പടം കണ്ടപ്പോ എനിക്ക് ഇന്നോട് തന്നെ ഒരു രോമാഞ്ചം തോന്നി. ഇപ്പൊ നിങ്ങൾ പടം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് ഫുൾ ആകുമ്പോൾ പടം പോയി കണ്ടോളി. ബാക്കി പിന്നെ